നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി, ഈ വിധി ഒരുപക്ഷെ പൾസർ സുനി അല്ലെങ്കിൽ പൾസർ സുനിക്ക് കിട്ടേണ്ട വിധി തന്നെ ആയിരുന്നില്ലേ ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത്? ശരിക്കും ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരുപാട് ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്ന് നേരത്തെ തന്നെ വാദങ്ങൾ വന്നതാണ്. പോലീസിൻ്റെ റിപ്പോർട്ടിലൊക്കെ അതുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപും പൾസർ സുനി ഇതിന് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. മാത്രമല്ല കോടതിക്ക് മുമ്പിൽ പ്രതികൾ ഓരോരുത്തരായിട്ട് അവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഈ മാർട്ടിൻ, വിജേഷ്, അതുപോലെ തന്നെ പ്രദീപ്, മണികണ്ഠൻ ഇവരൊക്കെ പറയുന്നത് എനിക്ക് കുട്ടിയുണ്ട്, എനിക്ക് എൻ്റെ വരുമാനം കൊണ്ട് വേണം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അത് മാത്രമല്ല ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം. പരമാവധി ശിക്ഷ കുറച്ച് തരണമെന്നൊക്കെ പറയുമ്പോൾ പൾസർ സുനി പറയുന്നത് എനിക്ക് പ്രായമായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം താൻ കുറ്റവാളിയാണെന്ന്, തനിക്കാണ് ഇതിനകത്ത് മെയിൻ റോൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇത് മാത്രമല്ല കോടതി ചില കാര്യങ്ങൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. കാരണം ഇതൊരു കൂട്ട ബലാത്സംഗ കേസാണ്. സ്വാഭാവികമായിട്ടും ഒന്നാം പ്രതി ചെയ്ത കുറ്റത്തിന് ബാക്കിയുള്ളവരെല്ലാം തന്നെ കൂട്ടു നിൽക്കുകയാണല്ലോ. അപ്പം അവരും അതുപോലെ തന്നെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഇതിനകത്ത് കുലുക്കമില്ലാത്തത് പൾസർ സുനിക്ക് മാത്രമാണ്. അപ്പോൾ പൾസർ സുനി ഇതിന് സമാനമായി മുമ്പ് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തോ? ഇയാൾ കുറ്റകൃത്യം ചെയ്തതുകൊണ്ടായിരിക്കാം പണ്ട് മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു. ആ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് മുകേഷ് തന്നെ ഇയാളെ മാറ്റി നിർത്തി. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ടായിരിക്കും. മാത്രമല്ല ഇയാൾ സ്വന്തം നാട്ടിലല്ല നിൽക്കുന്നത്. ഇയാൾ പലപ്പോഴും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എറണാകുളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അങ്ങനെ പോവുകയാണ്. പിന്നീട് പല കേസുകളിലായിട്ട് ഇയാൾ ജയിലിൽ കിടന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പൾസർ സുനിയെ പോലെയുള്ള ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തി, അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പണിയാണ് ഈ കോടതി വിധിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിതയെ ആക്രമിച്ചതിന് ശേഷം ഇത് ഇന്ന ആൾ കൊട്ടേഷൻ തന്നതാണെന്നൊക്കെ പറയുന്നത് ഇയാളുടെ ക്രിമിനൽ ബുദ്ധിയാണ് എന്ന രീതിയിലല്ലേ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? അത് മാത്രമല്ല, പക്ഷേ കോടതി ഇയാളെ ശിക്ഷിച്ച ശേഷം, അതായത് നേരത്തെ, ഇതിപ്പോഴല്ല നേരത്തെ, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് ഇയാൾ ജയിലിലിടുന്ന ഒരു കത്ത് എഴുതുന്നത്. അതും വെൽ പ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പുറത്തു വരുന്ന കഥകൾ അനുസരിച്ച് അങ്ങനെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു പ്രതികളെക്കാൾ ഏറ്റവും കൂടുതൽ ഇതിൽ അല്ലെങ്കിൽ ഇതിൽ ക്രൂരനായിട്ടുള്ള ഒരാൾ പൾസർ സുനി തന്നെയല്ലേ? അല്ല, പൊതുവെ കോടതിയുടെ ഒരു ഫൈൻഡിങ്ങിൽ ഇയാള് ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഒരു സ്ഥിരം കുറ്റവാളി. സ്ഥിരം കുറ്റവാളിയെ കോടതി കാണുന്നത് ആദ്യത്തെ ഒരു കേസിൽ വരുന്ന കുറ്റവാളിയെ പോലെയല്ല. ആദ്യം ഒരു കേസിൽ കുറ്റവാളി ആയി വന്നാൽ അയാൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന പരിഗണന ലഭ്യമാണ്. പക്ഷേ പൾസറിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു പരിഗണനയില്ല. കാരണം അയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കിട്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാദം നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാ പ്രതികളും ഒരേപോലെ കുറ്റക്കാരാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ കണ്ണികളെപ്പോലെ, ഇണക്ക് കണ്ണികളെപ്പോലെ ആണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു ശിക്ഷയാണ് പ്രോസിക്യൂഷൻ എന്ത് ചെയ്യുന്നത്, കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ കോടതിയുടെ മുന്നിൽ ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളി എന്ന് പറയുന്ന ഒരു ലേബൽ അതാണ് ഇങ്ങനെ പ്രോമിനൻ്റായി വരിക. അതുകൊണ്ടാണ് ഏറ്റവും കടുത്ത ശിക്ഷ എന്ന് പറയുന്നത് പൾസറിന് മാത്രമായിട്ട് കിട്ടുന്നത് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലായാലും പൾസർ അതിനെ അർഹനായിത്തീരുന്നതിൻ്റെ കാരണം അതാണ്. ഈ പൾസർ സുനിയെ കുറിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡ്. സ്വാഭാവികമായിട്ടും ഇയാൾ ഉപദ്രവിച്ച ആ പെൺകുട്ടി അല്ലെങ്കിൽ അതിജീവിത അവളെ ഉപദ്രവിച്ച എന്താണെന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം അത് 3 മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു മെമ്മറി കാർഡ് സ്വാഭാവികമായിട്ട് ഇയാൾ കൈവശം വെക്കും. മറ്റൊന്നാണ് ഈ അഭിഭാഷകൻ്റെ കയ്യിലേക്ക് പോയത്. പിന്നെ ഈ പറയുന്ന പോലീസിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ട മറ്റൊന്ന്. അപ്പോൾ ഈ പോലീസിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറയുന്നത് ഇതിനകത്ത് പറയപ്പെടുന്ന ഒരു മാഡമുണ്ട്. മാഡത്തിന് ഈ തെളിവ് കൊടുക്കണം. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ അതിജീവിതയെ ഒരു പരിധി വരെ ഉപദ്രവിക്കുക, ഒരുപക്ഷെ നഗ്നയാക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും ഈ പറയുന്ന ആവശ്യപ്പെട്ട. പക്ഷെ സുനി അങ്ങനെയല്ല ചെയ്തത്, ക്രൂരമായിട്ടും ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതിജീവിതയുടെ ഉൾപ്പെടെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ബലാത്സംഗമേ നടന്നിട്ടുള്ളൂ, ക്രൂര ബലാത്സംഗം ചെയ്തിട്ടില്ല. നിർഭയ കേസുമായി ഈ കേസിനെ താരതമ്യം ചെയ്യരുത് സുനി ജഡ്ജിയോട്. സുനി പറയുന്നല്ലേ, സുനി പറയുന്ന വിഷയം. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെമ്മറി കാർഡ് കോടതിയിൽ എത്തിയപ്പോൾ കോടതിയിൽ വെച്ച് മെമ്മറി കാർഡ് പരിശോധിച്ചു. ഈ പരിശോധിച്ചപ്പോൾ ഉള്ള പ്രശ്നം മെമ്മറി കാർഡിൽ ഫോൾഡേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 2 ഫോൾഡർ ഉണ്ട്. 2 ഫോൾഡറിൽ ഒരു ഫോൾഡറിലാണ് ഈ മെമ്മറി കാർഡിൽ ഈ സ്ത്രീ, അതായത് ഈ അതിജീവിതയെ ഇവൻ ഉപദ്രവിച്ച് ദൃശ്യങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഫോൾഡറിൽ എന്താ, മറ്റേ ഫോൾഡറിൽ ഇതിന് സമാനമായിട്ട് മറ്റ് ചിലരെ ഉപദ്രവിച്ച ദൃശ്യങ്ങളാണ്. അതാണ് മാഷിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഹാബിച്വൽ ഒഫൻഡർ. ഇവൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഇവൻ മുമ്പും ഇത്തരം കാര്യം ചെയ്തിട്ടുണ്ടെന്നേ. ഒരു പക്ഷേ അങ്ങനെ കുറ്റം ചെയ്ത ആള് ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ഒരു നടനിലേക്ക് ഇത് ചാരിയാൽ സ്വാഭാവികമായിട്ടും അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുതയുണ്ട്. അത് ആരുടെയെങ്കിലും ഓപ്പറേഷനും ആകാം, നീ ഇങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള രീതിയിൽ.
അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ദിലീപ് എല്ലാ കാര്യങ്ങളും ഊരിയെടുക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ദിലീപിന് ഭീഷണിയുമായിട്ട് ഇവൻ്റെ കോൾ ചെല്ലുന്നു, അല്ലെങ്കിൽ ഇവനുമായി ബന്ധപ്പെട്ട ആളുടെ കോൾ നാദിർഷായ്ക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, 1.5 കോടി രൂപ തരണം അല്ലെങ്കിൽ നിങ്ങളുടെ പേരും കൂടെ വലിച്ചിഴയ്ക്കും. കാരണം ഇവനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു ടാക്സി ഡ്രൈവറായിരിക്കുന്ന ഒരാൾക്ക് ഇത്രയും സൗകര്യങ്ങൾ എവിടുന്ന് കിട്ടി, അതിന് പിന്നിലും ആരുടെയൊക്കെ സഹായമുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ചെയ്തത് ക്രൂരമായ കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് അർഹമായ ശിക്ഷ, അല്ലെ അവനൊരു പണി കൊടുക്കാനായിട്ട് ശ്രമിച്ചു, അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ വമ്പൻ പണി അവന് കൊടുത്തു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? അല്ല, ഇത് കോടതിയുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി എന്ന് പറയുന്നത് പൾസർ സുനി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യവും അതുതന്നെയാണ്. ഇപ്പോൾ സിനിമ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അധോലോക സ്വഭാവം ഇതിലൂടെ തുറക്കപ്പെടുകയും അത് കേരളത്തിൻ്റെ തന്നെ മനസ്സാക്ഷിയിലും കേരളത്തിൻ്റെ സംസ്കാരത്തിലും പ്രത്യേകിച്ച് സിനിമാ വ്യവസായത്തിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തി, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, യഥാർത്ഥത്തിൽ വലിയ മാറ്റം വരുത്തിയ ഒരു കാര്യമാണ്. ആ മാറ്റം വരുത്തുന്നത് ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ യഥാർത്ഥ സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ തരത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ കേസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പോവുകയും നമ്മളെ ബോധവാന്മാരാക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നത് ഈ കേസിൻ്റെ വിധി, ആദ്യ വിധി തന്നെ പ്രഖ്യാപിക്കുന്ന സമയത്ത് പലരും പല ഭാഗമായിട്ട് നിന്ന് തിരിയുന്ന തരത്തിൽ, എന്നുവെച്ചാൽ 2 ഭാഗമായിട്ട് നമ്മുടെ സമൂഹം തന്നെ തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിയാനായിട്ടുള്ളൊക്കെ കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത് ഏറ്റവും അഴുക്ക് നിറഞ്ഞ അല്ലെങ്കിൽ പുഴുക്കുത്തേറിയ ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് വെളിച്ചം അടിച്ചു കയറ്റിയ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നും അതിനകത്ത് പൾസർ സുനിയെ പോലെയുള്ള ക്രിമിനലുകളുടെ സ്വാധീനം വളരെ വലുതാണ് എന്നാണ്. കാരണം പൾസർ സുനി ഒരു ടാക്സി ഡ്രൈവർ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഇവരുടെയൊക്കെ സംരക്ഷകൻ കൂടിയായിരുന്നു. ബോഡി ഗാർഡിനെ പോലെ നടന്നിരുന്ന ഒരാൾ. ഏതു സമയത്താണ് അവനിലുള്ള ഈ ഒരു ക്രിമിനൽ ക്യാരക്ടർ അത് ഹാബിച്വൽ ഒഫൻഡർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചില അനുകൂല സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടും. അങ്ങനെ അത് പ്രവർത്തിക്കും. ആ പ്രവർത്തനമാണ് കോടതിയുടെ മുന്നിൽ വരികയും അതിനാണ് കോടതി കൂടുതൽ ഊന്നൽ നൽകുകയും ചെയ്തത്. അതുകൊണ്ടാണ് പൾസറിന് തന്നെ പണി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പൾസർ സുനിയെ രക്ഷിക്കാൻ ആരൊക്കെയോ വരും എന്നായിരുന്നു പൾസർ സുനി വിചാരിച്ചിരുന്നത്. കാരണം ഈ കൊട്ടേഷൻ കൊടുത്ത മാഡം അല്ലെങ്കിൽ ദിലീപിന്റെ പേര് പറയണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഈ മാഡം പറഞ്ഞ എല്ലാ ലെവലിലേക്കും പൾസർ സുനി സഞ്ചരിച്ചിട്ടുണ്ട്. ആരുടെയൊക്കെ പേര് പറയണം, ആരെയൊക്കെ കൊടുക്കണം, എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള മാഡം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൾസർ സുനി ഇവിടെ അനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ പൾസർ സുനി ഇപ്പോൾ ജാമ്യം കിട്ടി, സെപ്റ്റംബറിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം പൾസർ സുനി പിന്നെ നമ്മൾ കാണുന്നത് ഹൈ ലെവൽ ഒരു മനുഷ്യനെയാണ്. വലിയ കാറ്, വില കൂടിയ കാറിൽ സഞ്ചരിക്കുന്നു, 4000 രൂപയുടെ ഷൂസ് ധരിക്കുന്നു, 8000 10,000 രൂപയുടെ ഷർട്ട് ഇടുന്നു. ഇതിനൊക്കെയുള്ള പണം ജയിലിൽ കിടന്ന ഒരാൾക്ക് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു വലിയ ചോദ്യം. അപ്പൊ ഇതിന്റെ പിന്നിൽ പൾസർ സുനിയെ കൃത്യമായി കൊണ്ടുപോകാൻ, അയാൾ മറ്റു പലരുടെയും പേരുകൾ പുറത്ത് പറയാതിരിക്കാൻ കൃത്യമായി അയാളെ എന്താ ചെയ്യുക, അയാളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഘം പുറത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കോടതിക്ക് മുന്നിൽ അതൊന്നും വില പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൾസർ സുനി അർഹിച്ചത് തന്നെയാണ് പൾസർ സുനിക്ക് കിട്ടിയത്. അമ്മ ഒറ്റയ്ക്കാണ്, അമ്മയെ നോക്കാൻ ആരുമില്ല, അമ്മ അസുഖബാധിതയാണ്. ഇതൊക്കെ അയാൾ അറിയേണ്ടത് ഇതിനു മുൻപാണ്. ഈ കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇയാൾ അറിയണമായിരുന്നു രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല, അവസാനം താൻ തന്നെ പെടുമെന്നുള്ളത്. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. പിന്നെ കൊട്ടേഷൻ തരുന്നവര് പൈസയൊക്കെ തന്ന് അവരവരുടെ സേഫ് ആവും, പിടിക്കപ്പെടുന്നവര് രക്ഷപ്പെടില്ല എന്നുള്ളത് കോടതി മാതൃകാപരമായുള്ളൊരു ശിക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അല്ല, കുറ്റവാളികൾക്കുള്ള കൃത്യമായിട്ടുള്ള പാഠമാണ്. കാരണം നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ആർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്താലും അതിൽ നിങ്ങൾ രക്ഷപ്പെടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു കോടതി വിധിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ കുറ്റവാളിയെ ശിക്ഷിക്കുക എന്ന് മാത്രമല്ല, പിന്നീട് വരുന്ന സംഭവങ്ങളിൽ ഇതേപോലെ കുറ്റവാളികൾ ഉണ്ടാകാൻ പാടില്ല എന്ന മെസ്സേജും കൂടി കൊടുക്കേണ്ടത് ആവശ്യമാണ്.